നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. അങ്ങനെ നാളെയാണ് നമ്മുടെ ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിലവിൽ വിപണി. ഗ്ലോബൽ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലായിരുന്നു. യു എസ് മാർക്കറ്റ് നമ്മൾ കണ്ടു. ആ ഒരു ട്രേഡ് വാറൊക്കെ കാരണം വളരെയധികം വോളറ്റൈലിറ്റി ആയിട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇന്നലെ നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡാക്സ് ജർമ്മൻ മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് ചൈന, കൊറിയ, ജപ്പാൻ എല്ലാം തന്നെ സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ബിറ്റ് കോയിനിൽ വലിയൊരു ഫോള് കണ്ടു. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ് കോയിൻ $96,000 വന്നിരിക്കുകയാണ്. യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും സ്ലൈറ്റ്ലി നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ആർ ബി ഐ മോണിറ്ററി പോളിസി തന്നെയാണ് എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട പോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇതിന്മേൽ തീരുമാനമെടുക്കേണ്ടത് MPC മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. ബഡ്ജറ്റ് വിലക്കയറ്റം തടയാനുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ കാർഷിക വിപണിയിൽ മികച്ച ഒരു നേട്ടം നമുക്ക് കൈവരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. മൺസൂൺ കാലത്ത് കാർഷിക വിപണി വളരെ മികച്ച ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തി. അതൊരു കാര്യമാണ്. കൂടാതെ തന്നെ ഏറ്റവും റീസെൻ്റായിട്ട് വന്ന CPI ഇൻഫ്ലേഷൻ ഡേറ്റ ലോവറായിരുന്നു. അപ്പോൾ അത് ഈ തവണ ഒരു 25 ബേസ് പോയിൻറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുകയാണെങ്കിൽ അത് വിപണിക്ക് ഈ ഒരു അവസരത്തിൽ വളരെയധികം ഗുണകരമാകും. ഓൾറെഡി തന്നെ RBI ഈ ബാങ്കുകളിലെ ലിക്വിഡിറ്റി കൂട്ടാനായിട്ട് ബോണ്ട് പർച്ചേസ് നടത്തിയതും അതുവഴി ബാങ്കിലേക്ക് ഏകദേശം 1.5 lakh crores ഒരു ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ നടന്നതും നമ്മൾ കണ്ടിരുന്നു. ഇനി ഇന്നത്തെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ സ്വിഗ്ഗി ലോസ് ഇവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 574 കോടി രൂപയിൽ നിന്ന് 800 കോടി രൂപയിലേക്ക് ലോസ് വർദ്ധിച്ചിട്ടുണ്ട്. ഇൻഡിഗോ കമ്പനി, ഏവിയേഷൻ രംഗത്തുള്ള കമ്പനിയാണ് ഇൻഡിഗോ കമ്പനി 115 കോടി രൂപയുടെ പെനാൽറ്റി അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇവരുടെ ഒരു ന്യൂസ് ഉള്ളത്. കൂടാതെ തന്നെ കെൻസായി നെറോലക്ക് പെയിൻറ്റ് കമ്പനിയാണ് കെൻസായി നെറോലക്ക്. അവരെ സംബന്ധിച്ച് ഒരു 341% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. സുല വൈൻയാർഡ് കമ്പനി വൈൻ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ഏകദേശം ഒരു 35% നെറ്റ് പ്രോഫിറ്റിലൊരു കുറവ് കഴിഞ്ഞ ഇയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി റിപ്പോർട്ട് ചെയ്തു. സംഗിറ്റി ഇന്ത്യ കമ്പനി 200% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഇവരുടെ വർധനവ് രേഖപ്പെടുത്തി. സിൻഗ ലോജിസ്റ്റിക് കമ്പനി ഇവരെ സംബന്ധിച്ച് 48 കോടി രൂപയുടെ ലോസാണ് ഇവർ റിപ്പോർട്ട് ചെയ്തത്. സോളാർ ഇൻഡസ്ട്രീസ് കമ്പനി 55% നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി 315 കോടി രൂപ കരസ്ഥമാക്കി. അതുപോലെ JE വെർണോവ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 189% ഒരു വർധനവ്. ഓല ഇലക്ട്രിക് കമ്പനി അവർ ഈ ഇലക്ട്രിക് രംഗത്തെ ലീഡിങ് കമ്പനിയാണ്. അവർ പുതിയ 4 വേരിയൻറ്റുകൾ അവർ ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ഇലക്ട്രിക്കൽ രംഗത്ത് മത്സരം വളരെയധികം കനക്കുന്നുണ്ട് ഇപ്പോൾ. ഒസ്വാൽ ഗ്രീൻ ടെക് കമ്പനി 5% സ്റ്റേക്ക് അവർ അക്വയർ ചെയ്തിട്ടുണ്ട്. ഒസ്വാൽ അഗ്രോ മിൽസിൻ്റെ സ്റ്റേക്കാണ് അക്വയർ ചെയ്തിട്ടുള്ളത്. ശാന്തി എഡ്യൂക്കേഷൻ കമ്പനി 2 CR പ്രോഫിറ്റ് കമ്പനി അക്വയർ ചെയ്തു. VRL ലോജിസ്റ്റിക് കമ്പനി 13 കോടി രൂപയിൽ നിന്ന് 59 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. എക്സിക്കോം ടെലസിസ്റ്റം കമ്പനി ഈ തവണ 10 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ കമ്പനി ഈ തവണ ലോസാണ്, 49 കോടി രൂപ ലോസ്. വെൽസ്പൻ കോർപ്പ് കമ്പനി 293 രൂപ പ്രോഫിറ്റ് ഈ തവണ അവർ അക്വയർ ചെയ്തു. ഉഗർ ഷുഗർ വർക്ക് കമ്പനി 49 കോടി രൂപയിൽ നിന്ന് 4 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ദിശ ഇന്ത്യ കമ്പനി 5 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. റെഡിങ്ടൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 16% സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്സൈഡ് കണ്ടു. സ്കിപ്പേഴ്സ് കമ്പനിയും സമാനമായ രീതിയിൽ 77% നെറ്റ് പ്രോഫിറ്റിൽ ഒരു വർധനവ് കണ്ടു. HJ ഇൻഫ്ര എഞ്ചിനീയറിംഗ് കമ്പനി ഇവർ 12% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വർധനവ് കണ്ടു. ഗുജറാത്ത് ഗ്യാസ് കമ്പനി പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. റിലയൻസ് പവർ 42 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി പ്രോഫിറ്റും ഉയർത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കമ്പനികളുടെ റിസൾട്ട് അപ്ഡേറ്റും IPO എല്ലാം തന്നെ നമ്മുടെ ട്രേഡബിലിറ്റി ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.